ഞാൻ തന്നെ എത്തിക്കഴിഞ്ഞു നമ്മുടെ നാഫി. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ വൈകുന്നേരമായി. അപ്പോൾ ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങാൻ വിചാരിച്ചു. ഒറ്റയ്ക്കല്ല, രാവിലെ ഉണ്ട്. പിന്നെ അതാ വീടാണ്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ റോഡും കൂടെ ഒക്കെ ഇങ്ങനെ പോയിട്ട് പാടം വഴി അങ്ങനെ പോയി പോരാ വിചാരിച്ചു. അപ്പം വീഡിയോയ്ക്ക് കിടക്കാം. ഇതുവരെ വീഡിയോയിൽ കാണിക്കാത്ത ഒരാളുണ്ട് ഇവിടെ. ആളെയും കൂടി കട്ടിത്തരാം. സിനു, ഫാമിലി വ്ളോഗിൽ കൂട്ടിയില്ല പറഞ്ഞുകൊണ്ട് ഒരാൾക്ക് ഭയങ്കര പരാതിയാണ്. അപ്പോൾ കയ്യോടെ കിട്ടിയപ്പോൾ ആളെയും കൂടി കൂട്ടുകയാണ്. അപ്പം സിനു പോരുന്നില്ല പറഞ്ഞു. അപ്പം ലാലിനും കുട്ടിയെ പോകണം. ഒരാൾ പോകണം. അതാ എത്തിക്കഴിഞ്ഞു നമ്മുടെ നാഫി. ഞങ്ങൾ ഷോർട്ട് പിടിച്ച് പോവാണ്. എല്ലാ വീടിൻ്റെയും കണ്ടത്തിലൂടെ ചാടിക്കടന്ന് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ പോണ വഴിക്ക് രാവിലെ 2 റംബൂട്ടാനൊക്കെ പറിച്ചു വന്നുണ്ട്. പത്തങ്ങ് തിന്നുകൊണ്ട് അങ്ങനെ പോവാം. പിടിച്ചോ കിട്ടിയോ? നോട്ടെ. പച്ച പോയി. താഴത്ത് നോക്കിയാണോ പാമ്പൊക്കെ ഏത് ഭാഗത്തുനിന്നാ വരാന്ന് പറയാൻ പറ്റില്ല. മുന്നേക്ക് പോ. എന്നെ വെറുതെ മുന്നേ വിട്ട പല പാമ്പ് വന്ന കൊത്തിക്കൊടുത്ത്. ബാക്കിൽ കാണുന്നത് ഇവിടുത്തെ കോഴി ഫാമാണ്. പണ്ട് ഇവിടെ എന്തൊക്കെയോ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അച്ഛമ്മ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പറയണേക്കാം. ഇതുമ്മ ചോട്ടോ വന്ന വഴി തിരിച്ച് നടക്കാൻ പോകും. കുച്ചോ എന്തൊക്കെയോ കടിക്കില്ല കാലം. അപ്പൊ ഇന്റെ കാലം ഞാൻ ട്രൗസർ അണ്ണാ ഒന്നിനും കിട്ടുമോ വളർത്താന്? അന്റെ അടുത്തില്ലേ? അവിടെ വീട്ടിലില്ലേ? ഒന്ന് പിടിച്ചത് ഭയങ്കര കോമഡിയാണ്. ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 8ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന സമയത്താണ് തോന്നുന്നുണ്ട്. എൻ്റെ വീടിൻ്റെ നേരെ ഒരു സൈഡിലായിട്ട് എന്താ പറയുക, ഇങ്ങനെ കുറച്ച് പൊന്തി താഴ്ന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ മുകളിലത്തെ ഭാഗത്ത് ഒരു മരം മുറിച്ച്. അപ്പോൾ അതുമ്മിൽ അണ്ണാനും അതിൻ്റെ കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മരം വീണ സമയത്ത് അണ്ണാൻ്റെ കുട്ടി മാത്രം അവിടെ പെട്ടുപോയി. അപ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പാടെ, ഞാനും ചേച്ചി പിന്നെ പാപ്പൻ്റെ മോളുണ്ട് ജി, ഞങ്ങളെല്ലാവരും പാടെ ഇതിൻ്റെ പിന്നാലാണ്ട് കൂടി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പാച്ചിലായി. ആ കുന്നും കൂടെ ഒന്നാകെ അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ടി പാഞ്ഞ് ഒരു തുണിയൊക്കെ കൂട്ടി പിടിച്ചാണ്ട് അണ്ണാനെ പിടിച്ച്. അല്ല, കുട്ടി തള്ള പോയി. ചെറിയ കുട്ടി മാത്രമേ ഉള്ളൂ. തള്ള എങ്ങോട്ടാ പോയത് അറിയില്ല. അത് പിടിച്ചാ കിട്ടേണ്ടതിന്
ജീവൻ കൊണ്ട് പോവല്ലേ, കിട്ടിയത് എന്തിനാ വളർത്താനാണെന്നുള്ളത് ഇതിനിച്ചല്ലോ. അപ്പൊ ഇത് എന്നിട്ട് സാധനത്തിൽ കിട്ടി. പാപ്പന്റെ മോള് ചേച്ചി ഓക്കെ കിട്ടിയത്. ഓള് ഒറ്റ പിടുത്ത, ഓള് തുണിയും കൂട്ടിയാ പിടിച്ചിരുന്നത്. പക്ഷെ നേരെ പിടിച്ചത് അതിന്റെ ഈ കഴുത്തിന്റെ നേരെ താഴേക്കാ പിടിച്ചത്. അപ്പൊ എന്താ നേരെ കൈനൊറ്റൊരു കടിയുണ്ട് കൊടുത്ത് ഫസ്റ്റ് തന്നെ. എന്താ ഞാൻ ഒരു ആർക്കല് മാത്രം കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. പിന്നെ ഉണ്ട് ആള് ഇതാ കിട്ടി പറഞ്ഞ് കൊണ്ടുവന്ന്. ഓൾക്ക് പിന്നെ അവിടെ അന്ന് ആ ടൈമിൽ ഓൾക്കൊരു തത്തമ്മയും അവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നോക്കട്ടെ, തത്തമ്മ അതേപോലെ ഓല് എന്താ പറയാ പൈപ്പല്ലേ ഞാൻ കണ്ടു ഇതിനൊക്കെ വളർത്തണവരാ. അപ്പോൾ ഓൾക്കില്ല. അപ്പം എനിക്ക് പൂതി പറഞ്ഞിട്ട് എനിക്ക് പിടിച്ചു തന്നതാ. എന്നിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി ഭയങ്കര കാര്യത്തിലൊക്കെ വളർത്തി. എൻ്റെ ചേച്ചിക്കാണെങ്കിൽ ഇങ്ങനത്തെ സാധനം പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. അപ്പോൾ എനിക്ക് പൂതി, ഒന്നാമത് ഈ സാധനം ചെറുതല്ലേ, പറ്റ ചെറുതല്ലേ, ചെറിയ കുട്ടിയാണ്. അപ്പോൾ ഇങ്ങനെ ഈ കാടും ഇതൊക്കെ പാടെ ആകുമ്പോൾ അല്ല പൂച്ച കാക്ക എന്തെങ്കിലും പിടിച്ചോണ്ടോ വിചാരിച്ചിട്ട് അങ്ങനെ പിടിച്ചോണ്ടാണെങ്കിൽ നല്ലല്ലേ നമ്മൾ വളർത്തുന്ന വെച്ചാണ് അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. വലിയ കാര്യത്തിൽ ഒരു പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് കുറച്ച് തുണിയൊക്കെ വെച്ചാണ്ട് അതിന് കെട്ടാൻ പാകത്തിനൊക്കെ തുണിയൊക്കെ വെച്ചൊക്കെ എടുത്ത് പെട്ടിൻ്റെ ഉള്ളിലിട്ട് ആളുണ്ടോ നിൽക്കണ്, ഇറങ്ങി പായ തന്നെ അങ്ങോട്ട്. ചേച്ചിയാണെങ്കിൽ ഇതിനൊന്നും നിഴലട്ടം കാണുമ്പോൾ ഓള് കൂക്കിയർത്ത് ഓളും പായും. എന്നിട്ട് കൂട്ടുന്ന ഇറക്കൂല, ചേച്ചി ഇല്ലാത്ത ടൈമിൽ തന്നെ കൂട്ടുന്ന ഇറക്കുള്ളൂ. എന്നിട്ട് അവസാനം എന്താ എല്ലാവരും എടുത്തത് ഇണങ്ങാൻ തുടങ്ങി. നല്ലതില്ല പെട്ടെന്ന് തന്നെ പറ്റ ചെറുതായപ്പോലെ കിട്ടുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ സാധനം ഞങ്ങളുടെ അടുത്തൊക്കെ ഭയങ്കര ഇണക്കൊക്കെ ആയി. അപ്പം എന്നിട്ട് ഫുഡും കാര്യമൊക്കെ കയ്യിൽ നിന്ന് എടുക്കലൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ ചേച്ചിക്ക് അതിനോട് ഭയങ്കര താല്പര്യം. പിന്നെ ഓള് കൊണ്ടെടുക്കൽ തുടങ്ങി. കൊണ്ടുവന്ന് ഒരു ദിവസം പെട്ടിയിലിട്ടാണ്ട് പോയത്. തിരിച്ചു വന്ന് നോക്കിയപ്പം സാധനം ചത്തെടുക്കുന്നുണ്ട്. ഇത് കണ്ടതേ ഓർമ്മയുള്ളൂ. ഒരാൾ അവിടെ കിടന്ന് പിന്നെ കരച്ചിലായി, അമ്മ അച്ഛാ വിളിച്ചാണ്ട് ഫുള്ള് കരച്ചിൽ. ഇത് എന്താ പറയല, ഓള് അങ്ങനെ ഇതായിട്ട് അറ്റാച്ച് ആവാത്തതാണ്, ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് ഭയങ്കര കരച്ചിലായി ഇവിടെ. പിന്നെന്താ പിന്നെ വെച്ചോണ്ടിരിക്കാൻ പറ്റുമല്ലോ, കൊണ്ടുപോയി കുഴിച്ചിട്ടു. ഇത് നാട്ടിലെ പറഞ്ഞ നൊസ്റ്റാൾജിയുള്ള കുളം, പഞ്ചായത്ത് കുളം. പക്ഷെ പിള്ളേരൊക്കെ ഉണ്ട് വെള്ളത്തിൽ ചാടി കളിക്കുന്നു. ഈ പ്രായത്തിലാണ് ഞങ്ങളിവിടെ വന്നിരുന്നത്. അപ്പോൾ നമുക്ക് അവരൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരും. ആയിക്കോട്ടെ. അതിന് മോളിക്കോ അവിടെ കയറലുണ്ടോ? നോക്കി പോട്ടെ, ശ്രദ്ധിച്ചോളിട്ടോ. നിങ്ങള് എപ്പോഴും ചാടണൊക്കെ തന്നെയാവും. എനിക്കൊരു പേടി. അനക്കെന്ത് പറ്റിയേ? ഓ അതിന്റെ മുകളിൽ ചാടി. പോയി ഇവിടെ ഒരാള് പണിയൊക്കെ ഒപ്പിച്ചതാ നിക്കണ്ട്. കുട്ടികളവിടെ വെള്ളത്തിൽ ചാടണ കണ്ടിട്ടോളൂ. പിന്നെ ആള് കയ്യിലെന്തോ തോർത്താനുണ്ടോ ഒന്നും നോക്കണില്ല. ഷർട്ട് ഒരു ഒറ്റ ചാട്ടാ വെള്ളത്തേക്ക്. ഇതിന്റെ ബാക്കിയൊക്കെ ഞമ്മ വരുമ്പോ കിട്ടിക്കൊള്ളട്ടോ. ഒക്കെ ഒറ്റയ്ക്കൊന്ന് കേക്ക്. ഞാൻ ഇതിൽ ഉത്തരവാദിയേ അല്ല കേട്ടോ. ഇനിയിപ്പോ എന്റെ പേര് പറഞ്ഞു കുട്ടികളെ ഓക്കെ ഓല ആ ഒരു ഇതിൽ ചാടുക വിചാരിക്കുക. പക്ഷെ ഇത് ഇവിടെ ഒരു പോത്ത് പോലെ വളർന്നു വെള്ളം കാണുന്നത് താറാവിന്റെ പോലെ ഒറ്റ ചാട്ടം. പിള്ളേ എനിക്ക് നീന്താൻ അറിയാം. ഞാൻ വെള്ളത്തിട്ട് കുറച്ച് കഴിഞ്ഞാൽ പൊന്തിക്കോളും. ഒരട്ടം ചാടിയതാ. ഞങ്ങട്ടല്ലേ വീട്ടിൽ പോവാ, അങ്ങോട്ടല്ല.
ഓക്കെ വൈകുന്നേരമായി വിളക്കത്തിക്കണ്ടേ? പിടിച്ചോ. ഒരിട്ട് ഞാൻ അതേപോലെ പോയി ഫ്രണ്ട്സിൻ്റെ കൂടെ, വീട്ടിൽ പറയാതെ പോയതാ. നേരെ പഞ്ചായത്ത് കോളത്ത് പോയി. ഞാനും 2-3 എൻ്റെ ചെറുപ്പം തൊട്ടുള്ള ഫ്രണ്ട്സാണ്. ജിജിതി, ബാനു, ഓളെ ചേച്ചി ജസീല, ഞങ്ങളും 4 കൂടെ പോയി. എനിക്ക് നീന്താൻ വെച്ചില്ലാന്ന് ഓൾക്കും അറിയാം. വെള്ളത്തിൻ്റെ പാടെ ഞാൻ പടവിൻ്റെ അവിടെ കുത്തുന്ന അങ്ങനെ വെള്ളത്തേക്ക് നോക്കി കളിച്ചു. പടവിൻ്റെ അവിടെ നിന്ന് വെള്ളം എടുത്ത് ഇങ്ങനെ മേത്തേക്കാക്കി ഇങ്ങനെ കളിച്ചു കഴിഞ്ഞു. പിന്നെ എന്തോ ഒരു ആവേശത്തെ എടുത്തൊന്ന് ഇറങ്ങി കുറച്ചുകൊണ്ട് പോയപ്പോൾ മുങ്ങൽ തുടങ്ങി. പിന്നെ കുറച്ചേരത്തെ മുങ്ങി പൊന്തലേ. ആരാ വന്ന് പൊന്തിച്ചറിയില്ല. ബാനു തോന്നുന്നുണ്ട്. മുടിയും പിടിച്ച് എന്നെ പുറത്തേക്ക് എടുത്ത്. പിന്നെണ്ട് അവിടെ കിടന്ന് അതൊന്നും ആലോചിക്കൂ കേട്ടോ. വീട്ടിലും കൂടി അറിയാതെ പോയതാണേ. അറിഞ്ഞാൽ കേൾക്കൂലേ. നീന്തലും കൂടി നിശ്ചയില്ലാതെ ഞാൻ പോയേന്. എന്തായാലും ഇതൊക്കെ കണ്ടപ്പം എന്താ പറയുക, പഴയ ഫ്രണ്ട്സും കാര്യങ്ങളും അതൊക്കെ പറഞ്ഞ സാധനം അതാണിപ്പോൾ തോന്നുന്നത്. അപ്പോൾ ഇതാ ഞങ്ങൾ പാടത്തൊക്കെ പോയി ഒരു കുളിയൊക്കെ പാസ് ചെയ്ത ഉറപ്പുണ്ട്. അപ്പം ഞാൻ നേരെ വീട്ടിലോട്ടാണ്. നേരെ ലേറ്റായി തുടങ്ങിയില്ലേ. അപ്പോൾ വീട്ടിൽ കയറാൻ നോക്കട്ടെ. അപ്പം ഇനി പുതിയ വീഡിയോയിൽ കാണുന്നുണ്ട്. എല്ലാവർക്കും ബൈ.